For those of you who have not learned this good habit, I want to teach all of you believers a good habit for the rest of your life. നിങ്ങൾക്ക് ഒരു നല്ല പരിചയം, നിങ്ങൾ ചിലരെങ്കിലും അത് പഠിച്ചിട്ടുണ്ടാവുകയില്ല, ഇനിയുള്ള ജീവിതത്തിന്റെ നാളുകളിലേക്കായിട്ടൊരു നല്ല പരിചയം, ഒരു നല്ല ഹാബിറ്റ് നിങ്ങളെ ഞാൻ പ്രാരംഭമായി പഠിപ്പിക്കാം. I've been a believer for nearly 50 years. ഞാൻ ഏകദേശം 50 വർഷത്തോളമായി ഒരു ക്രിസ്തീയ വിശ്വാസിയായി തീർന്നിട്ട്. And this is one of the most important lessons I have learned that's brought great happiness in my life. എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുകയും ഞാൻ പഠിക്കുകയും ചെയ്തായിരിക്കുന്ന വലിയ ഒരു പാഠമാണിത്. It's not something which comes automatically to us. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഈ പരിചയം ഉണ്ടായി വരികയില്ല. It is something we have to learn. അത് നാം ഒക്കെ പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു ശീലമാണ്. You know, children don't come out of the womb knowing their ABC or 1, 2, 3. ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ നിന്നും പിറന്നു വീഴുമ്പോൾ അക്ഷരമാലയും കണക്കുമൊന്നും പഠിച്ചുകൊണ്ടല്ല അത് പിറക്കുന്നത്. All of us say we learned the alphabet. നാം എല്ലാം പറയുന്നത് നാം അക്ഷരമാല പഠിച്ചു എന്നാണ്. നന്നേ ചെറിയ പ്രായത്തിലാണെങ്കിലും പഠിച്ചതാണ്. We learned multiplication. നാം അതുപോലെ തന്നെ ഗുണനപ്പട്ടിക നാം ചെറിയ പ്രായത്തിൽ പഠിച്ചതാണ്. And different things like that. Some of those lessons took quite some time to learn. But നാം ബാല്യകാലത്ത് പഠിച്ചതായിരിക്കുന്ന ചില പാഠങ്ങള് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുവാനായി കുറെ സമയമെടുത്തു കാണുമെങ്കിലും നാം അത് പഠിച്ചു. Think of these young people nowadays earning 50,000-60,000 rupees a month. ഇന്ന് പല ചെറുപ്പക്കാരും പ്രതിമാസം 50,000-60,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ജോലികൾ ചെയ്യുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും വിവര സാങ്കേതിക മേഖലയില്. They spend a long time working hard, learning something. അവര് ദീർഘമണിക്കൂറുകൾ അവരുടെ ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളുടെ മുൻപാകെ അവർ സമയം ചെലവഴിക്കുമ്പോൾ പുതിയ പല മേഖലകളും അവർ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. I don't find many Christians nowadays applying the same diligence to learn some of these spiritual values. ആത്മീയമായിരിക്കുന്ന ചില മൂല്യങ്ങൾ, പാഠങ്ങൾ പഠിക്കുവാനായിട്ട് ലോകത്തിലെ സാധാരണ പല ചെറുപ്പക്കാരും ക്ലേശകരമായ നിലയിൽ ബുദ്ധിമുട്ടുന്ന അതേ ഒരു മനോഭാവം അനേക ക്രിസ്തീയ വിശ്വാസികൾക്കും ഇല്ല എന്നുള്ളത് ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നു. So I want to tell you about something that the Apostle Paul learned. അപ്പോസ്തലനായ പൗലോസ് പഠിച്ച ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. One thing primarily. പ്രാഥമികമായും ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പ്രാരംഭമായി പറയാൻ ആഗ്രഹിക്കുന്നത്. Philippians chapter 4. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിലാണ് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. Philippians 4:11. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നിങ്ങൾക്ക് പരിചയമുണ്ടോ? In the middle of that verse, ആ വാക്യത്തിന്റെ മധ്യഭാഗത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. I have learned to be content in whatever circumstances I am. അവിടെ നാം എങ്ങനെയാണ് വായിക്കുന്നത്? ഉള്ള അവസ്ഥയിൽ, മലയാള പഴയ ബൈബിളിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അർത്ഥം ഇതാണ്, തൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. I am content with what I have. എന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യമാണോ എനിക്കിപ്പോഴുള്ളത് അതിൽ ഞാൻ തികച്ചും സംതൃപ്തനാണ് എന്നാണ് പൗലോസ് പറയുന്നത്. Have you learned that? നിങ്ങൾ ഈ ലളിതമായ എന്നാൽ വളരെ പ്രധാനമായിരിക്കുന്ന ഈ പാഠം പഠിച്ചിട്ടുണ്ടോ? Many of us would say we are born again. നമ്മിൽ പലരും സാക്ഷ്യം പറയും, ഞാൻ വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനിയാണെന്ന്. But have you learned to be content in all your circumstances? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്താണെങ്കിലും എല്ലാ സാഹചര്യങ്ങളിലും തികച്ചും സംതൃപ്തരായിരിക്കുവാൻ നിങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടോ? Can you say that? നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പായിട്ടും പറയുവാൻ കഴിയുമോ? Whatever circumstance I'm in, I have learned to be content. ഞാൻ ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് വരികിലും പൂർണ്ണ തൃപ്തനായിരിക്കുവാൻ എനിക്ക് കഴിയും, ഞാനത് പഠിച്ചിട്ടുണ്ട്. That means I have no complaint about anything. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ജീവിതത്തിലെ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒരു പരാതിയുമില്ല. I have no complaint about anybody.
എനിക്ക് ആരെക്കുറിച്ചും ഒരു പരാതിയുമില്ല. I don't have a complaint against my mother-in-law. എന്റെ അമ്മയമ്മയെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല. My neighbor. എന്റെ അയൽക്കാരെ കുറിച്ചും പരാതിയില്ല. Anybody in the church. സഭയിലുള്ള മറ്റാരെ കുറിച്ചും പരിഭവമില്ല. Somebody who cheated me. എന്നെ വഞ്ചിച്ച ഒരാളിനെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് പരാതിയില്ല. Or anybody. ലോകത്തിൽ ആരെക്കുറിച്ചും പരാതിയില്ലാത്ത തൃപ്തിയുള്ള ഒരു ജീവിതം. It's a very simple lesson. വളരെ ലളിതമായിരിക്കുന്ന ഒരു പാഠമാണ്. I'll tell you something, it'll help you much more than the alphabet you learned. നിങ്ങള് കുട്ടിക്കാലത്ത് പഠിച്ചതായിരിക്കുന്ന ആൽഫബറ്റ്, അക്ഷരമാല, അത് വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാൾ ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ് ഈ പാഠം. How much your life has changed just because you learned to read. നിങ്ങൾക്ക് വായിക്കുവാൻ, അക്ഷരങ്ങൾ പഠിച്ച് വായിക്കാൻ നിങ്ങൾ അഭ്യസിച്ചെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതം എന്ത് വ്യത്യസ്തമായി അല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Think if you had not learned to read when you were young, what a lot you would have missed in life. ചെറുപ്പമായിരുന്നപ്പോഴേ വായിക്കുവാനായി നിങ്ങൾ പഠിച്ചില്ലായിരുന്നവരിൽ ജീവിതത്തിൽ എന്ത് വലിയ നഷ്ടമായിരുന്നേനെ. Or if you had not learned how to add numbers, how would you live with money in the world? അതുപോലെ തന്നെ കൂട്ടുവാനായിട്ട്, അക്കങ്ങളത് കൂട്ടുവാനായിട്ടുള്ള ആ ബാലപാഠം നിങ്ങൾ പഠിച്ചില്ലായിരുന്നെന്ന് വരികിൽ പണം കൈകാര്യം ചെയ്യുന്നതൊക്കെ എങ്ങനെയായനെ? You may not learn computer science and all that, but reading and addition are absolutely important for almost everybody. നമ്മൾ പലർക്കും കമ്പ്യൂട്ടർ സയൻസോ അതുപോലുള്ളതായിരിക്കുന്ന മേഖലകൾ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ അക്ഷരം പഠിക്കുന്നതും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കുന്നതും ഒക്കെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമല്ലേ? Let me tell you, the spiritual equivalent of all that is to learn to be content in all your circumstances. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമെന്ന് നാം കരുതുന്ന ഈ ബാലപാഠങ്ങൾക്ക് തുല്യമായിരിക്കുന്ന ആത്മീയമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ ഞാൻ പറയാം, പൗലോസ് പറഞ്ഞ ഈ കാര്യമാണ്, ഏതവസ്ഥയിലും തൃപ്തിയോടെ ഇരിക്കുവാനുള്ള അഭ്യസനം. Many of us are interested in holy living. നമ്മൾ പലരും ഒരു വിശുദ്ധമായിരിക്കുന്ന ജീവിതം നയിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നു. But do you know that holy living and being content are very closely linked together? എന്നാൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വിശുദ്ധ ജീവിതം, തൃപ്തിയുള്ള ഒരു ജീവിതം, ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്, വളരെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. If you have one and don't have the other, you can't have it. It has to go together. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധിയുള്ള ഒരു ജീവിതം, സംതൃപ്തിയുള്ള ഒരു മനസ്സ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകേണ്ടതാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം കൊണ്ട് കാര്യം പൂർണ്ണമാകയില്ല. And some people are pursuing after godliness and they don't realize that being content is a major part of that. പലരും ദൈവഭക്തിയുള്ള ഒരു ജീവിതം ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവരും താല്പര്യപ്പെടുന്നവരുമാണ്. പക്ഷേ ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. To be honest and upright and all that is good. സത്യസന്ധരായിരിക്കുന്നതും പണസംബന്ധമായ കാര്യങ്ങളിൽ നീതിയുക്തമായി ജീവിക്കുന്നതും എല്ലാം നല്ല കാര്യമാണ്. Helping the poor, ദരിദ്രരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. all these things is good. ഇതെല്ലാം നല്ലതായിരിക്കെ തന്നെ If you are not content with your circumstances, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സംതൃപ്തിയുള്ളവരല്ലെങ്കിൽ, let me tell you, all that godliness will not make you bring you spiritual gain. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തൃപ്തിയുള്ളവരായിരിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് വരികില് നിങ്ങൾ ചെയ്യുന്ന ആ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടല്ലോ, വളരെ നല്ല കാര്യങ്ങൾ, അതൊന്നും നിങ്ങളെ ആത്മീകമായിരിക്കുന്ന നിലയിൽ അഭിവൃദ്ധിയിലേക്ക് നടത്തുകയില്ല. There'll be something missing. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടവരായി നിങ്ങൾ ജീവിക്കുന്നു. You know, it's as important as salt in a curry. You taste it immediately. ഭക്ഷണത്തില് ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ വളരെ എളുപ്പമല്ലേ? ഉപ്പ് പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യം. See 1 Timothy chapter 6 and verse 6. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ശ്രദ്ധിക്കാം. He's talking about people who are thinking of making more and more financial gain in the world. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൂടുതൽ ലോകത്തില് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു വരികയാണ്. And he is saying in chapter 5 of people who are trying to use Christianity also to become prosperous in the world. അതിനു മുൻപുള്ളതായിരിക്കുന്ന 5-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലന് ക്രിസ്തീയ മാർഗം ധനസമ്പാദനത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്ന പലരെ കുറിച്ചും പറയുന്നുണ്ട്. Godliness, those who suppose that godliness is a means of gain.
ദൈവഭക്തി ആദായത്തിനുള്ള ഒരു സൂത്രമാണ്, ഒരു മാർഗമാണ് എന്ന് പലരും കരുതുന്നതായി നാം അവിടെ വായിക്കുന്നു. He's not talking about gaining the likeness to Christ here. No. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് അനുരൂപരാകുന്ന അവിടുത്തെ ദിവ്യ സ്വഭാവം പ്രാപിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ സാമ്പത്തികമായിരിക്കുന്ന നേട്ടം, ഉന്നമനം, അതാണ് ഇവിടെ സംസാരിക്കുന്നത്. Pursue a certain path of Christianity for personal financial profit. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരു പ്രത്യേകമായിരിക്കുന്ന പാത ക്രിസ്തീയതയിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. I believe he was referring to this prosperity gospel that we are hearing preached in many believers churches nowadays. ഞാൻ വിശ്വസിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെന്ന് വരികിലും ഈ കാലഘട്ടത്തിൽ നാം ധാരാളമായി നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന, കാണുന്ന സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ചാണ് പൗലോസ് ഉദ്ദേശിക്കുന്നതെന്നാണ്. Christianity has become a means of financial gain. 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ് നാം ആ കാര്യം കാണുന്നത്. ദൈവഭക്തി അല്ലെങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് ആദായത്തിനു വേണ്ടി പണം കൊയ്യുവാനുള്ളതായിരിക്കുന്ന, സമൃദ്ധി ഉണ്ടാക്കുവാനുള്ള ഒരു വഴിയാക്കി തീർത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. How did these tares get sown in the midst of a field where the apostles and Jesus had sown only wheat? കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും നല്ല ധാന്യമണികള് മാത്രം, കോതമ്പ് മണികൾ മാത്രം വിതച്ച ദൈവത്തിന്റെ വയലായ ഈ ലോകത്തില് ഈ കളകൾ എവിടെ നിന്നാണ് വന്നത്? You know, in that parable, യേശു പറഞ്ഞ ഉപമ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. And the master said, an enemy has done this. ദാസന്മാർ യജമാനനോട് ഈ കള നാം വിതച്ചില്ലല്ലോ, ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ യജമാനൻ പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് ഒരു ശത്രു ചെയ്ത പ്രവൃത്തിയാണ്. I say to you in the name of Jesus, an enemy has done this. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയില് നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആത്മാവിന്റെ ശത്രുവായവൻ ചെയ്ത പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു സുവിശേഷം നമ്മുടെ തലമുറയില് അറിയിക്കപ്പെടുന്നത്. And the servant says, shall we pull it out? ദാസന്മാർ യജമാനോട് ചോദിച്ചു, യജമാനനെ ഞങ്ങള് ഈ കളകൾ പിടിത് കളയട്ടെ, പറിച്ചു കളയട്ടെ? Let it grow. യജമാനന്റെ മറുപടി നാം ശ്രദ്ധിക്കണം. യജമാനൻ പറഞ്ഞു, വേണ്ട, അത് വളരട്ടെ, അത് നല്ല ചെടിയോടൊപ്പം വളരട്ടെ. One day the master will come and separate the two. ഒരു ദിവസം യജമാനൻ തന്റെ ധാന്യപ്പുരയിലേക്ക് നല്ല ധാന്യമണികൾ മാത്രം ശേഖരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇവ വേർതിരിക്കപ്പെടും. Because if I try to do it, I might pull out some genuine believer also out of that. കർത്താവ് അത് വിലക്കിയതിന്റെ കാരണം ഇതാണ്. ഞാനും നിങ്ങളും ഈ കളകൾ പറിച്ചു മാറ്റുവാൻ ശ്രമിച്ചാൽ ഈ കളകളോടൊപ്പം ചില നല്ല ചെടികളും കൂടെ പിടിത് നശിച്ചു പോകാൻ സാധ്യത. I say, Lord, why have you allowed this to grow? കർത്താവിനോട് ഞാനിങ്ങനെ ചോദിക്കുകയാണ്, കർത്താവേ, എന്തിനാണ് നീ ഈ രണ്ടും കൂടെ ഇടകലർന്ന് വളരുവാൻ അനുവദിച്ചിരിക്കുന്നത്? കർത്താവിന് അപ്പോൾ എന്നോട് പറയാനുള്ള മറുപടി ഇതാണ്, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഉപമയിലൂടെ സംസാരിച്ച കാര്യമൊന്നും നീ വായിച്ചിട്ടില്ലേ? ദൈവം അത് അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് ഈ കാര്യത്തിൽ. Because such people are called in verse 5 men of depraved mind and deprived of the truth. അതിന്റെ മുകളിലത്തെ വചനത്തില് നമ്മള് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം നോക്കിയാട്ടെ. അവര് ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നവരാണ്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവർ സത്യത്യാഗികള് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുബോധം നഷ്ടപ്പെട്ടവരെന്നാണ് മൂലഭാഷയിൽ അവരെ വിളിച്ചിരിക്കുന്നത്. It's really amazing. അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമല്ലേ? I mean that such people would ever think that godliness was meant to be a means of financial profit. ദൈവഭക്തി ലോകത്തിലെ സാമ്പത്തിക നേട്ടത്തിനുള്ള ഒരു ഉപാധിയാണെന്ന് ചിന്തിച്ചു പോകുന്നവരെ എത്ര കർക്കശമായ ഭാഷയിലാണ് തിരുവചനം അവരെ വിളിക്കുന്നത്. The whole purpose of living by faith is in order to get more money and better job and better house and better car and things like that. വിശ്വാസം ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ വിശ്വാസ ജീവിതം കൊണ്ട് ഈ കൂട്ടർ അർത്ഥമാക്കുന്നത് എന്താണെന്നറിയാമോ? കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വീട്, കൂടുതൽ ബാങ്ക് ബാലൻസ്, നല്ല കാറ്, ഇതൊക്കെ സമ്പാദിക്കുവാനുള്ള വഴിയാണ്. Then in contrast to that he says in the next verse, ഈ പറഞ്ഞ കാര്യത്തിന്റെ നേരെ
വിപരീതമായിരിക്കുന്ന എതിരായിരിക്കുന്ന ഒരു മനോഭാവത്തെ കുറിച്ചാണ് 7-ാം വാക്യത്തിൽ വായിക്കുന്നത്. Real spiritual gain comes when godliness is accompanied by contentment. യഥാർത്ഥമായിരിക്കുന്ന സമ്പത്ത്, ആത്മീക സമ്പത്ത് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉളവാകുന്നതെന്ന് അറിയാമോ? ദൈവഭക്തി, ആദായ സൂത്രം എന്ന് വിചാരിക്കുന്ന മനോഭാവത്തിന് നേരെ എതിരെ സംതൃപ്തിയുള്ളതായിരിക്കുന്ന ദൈവഭക്തിയുടെ ഒരു മാർഗം മനസ്സുകൊണ്ട് സ്വീകരിക്കുക. Believers are going to be divided into two in the last days. അവസാന നാളുകളില് ക്രിസ്തീയ വിശ്വാസികള് 2 കൂട്ടമായി ദൈവത്തിന്റെ ഹൃദയത്തിൽ വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. And he who has ears to hear, let him hear this. കേൾപ്പാൻ ചെവിയുള്ള ആരുണ്ടോ ഇന്ന് രാത്രിയില് അങ്ങനെയുള്ളവരത് കേൾക്കട്ടെ. That's what the Lord says. കർത്താവ് പറയുന്ന വചനങ്ങൾ നാം ശ്രദ്ധിക്കണം. Believers will be divided into 2 categories in the last days. വിശ്വാസികളും അവിശ്വാസികളും എന്നല്ല, കർത്താവായ യേശുവിൽ വിശ്വസിച്ചവർ തന്നെ 2 ചേരിയായിട്ട് തിരിയപ്പെടുന്ന നാളുകളാണ്. Those who look at godliness as a means of financial gain. ദൈവഭക്തിയെ സാമ്പത്തികമായിരിക്കുന്ന ലാഭം കൊയ്യുവാനുള്ള ഒരു മാർഗമായി കരുതുന്ന ഭൂരിപക്ഷം. And those who have learned, like Paul, to be content with whatever they have. പൗലോസിനെ പോലെ അവർ ന്യൂനപക്ഷമാണെങ്കിലും ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ തികഞ്ഞ തൃപ്തിയുള്ളവരായിരിക്കാൻ പഠിച്ചവർ. If you want to know how much the Lord hates this other false gospel, ദൈവം നാം ഇപ്പോൾ സൂചിപ്പിച്ചതായിരിക്കുന്ന ആദായ സൂത്രമായി ദൈവഭക്തിയെ കരുതുന്ന വ്യാജ സുവിശേഷത്തെ എന്തുമാത്രം വെറുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ let me turn you to Revelation chapter 2. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ ഒരു ഭാഗം നാം ശ്രദ്ധിച്ചാൽ മതിയാകും. Verse 14, to the elder brother of the church in verse 12 in Pergamum write this. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പെർഗമോസിലെ സഭയുടെ ദൂതനുള്ള സന്ദേശമായി നാം വായിച്ചു തുടങ്ങുന്നു. The word Dudan means messenger, which means the elder who was bringing the word. അവിടെ ദൂതൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ ഒരു ദൂതൻ അല്ല. അവിടെ സഭയുടെ സന്ദേശവാഹകൻ, സഭയെ ആത്മീകമായി നയിക്കുന്ന വ്യക്തി എന്നേ അതിനർത്ഥമുള്ളൂ. To this elder brother who's preaching the word in this church, he says, ദൈവത്തിന്റെ വചനം സഭയിൽ സംസാരിക്കുന്ന സഭയിലെ ആത്മീക മൂപ്പൻ, ആത്മീയ നേതാവിനോട് ഉള്ള സന്ദേശമാണ്. He says, there was a time in your church in Pergamos. അവിടെ ദൈവത്തിന്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുകയാണ്, പെർഗമോസിലുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ സഭയിൽ ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. When there was a faithful martyr of mine, verse 13, called Antipas. 13-ാമത്തെ വാക്യത്തിൽ കാണുന്ന വിശ്വസ്തനായിരിക്കുന്ന ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിലെ, അവന്റെ പേര് അന്തിപ്പാസ് എന്നായിരുന്നു. I know he says that Satan has got his throne there in your midst, verse 13. എന്നാൽ 13-ാം വാക്യത്തിൽ തുടർന്ന് വായിക്കുന്നത് അതെല്ലാം ഗതകാല സ്മരണകളാണ്. നല്ല ഒരു ഭൂതകാലം നിങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ സാത്താൻ നിങ്ങളുടെ നടുവിൽ സിംഹാസനം വെച്ചിരിക്കുകയാണ്. Satan is a created being. He cannot have his throne everywhere. സാത്താൻ ദൈവ സൃഷ്ടിയാണ് എന്നുള്ളത് നാം മറന്നുപോകരുത്. അവൻ സർവ്വവ്യാപിയായ ദൈവത്തെ പോലെ എല്ലായിടത്തും അവന്റെ സിംഹാസനം ഒരേ സമയം വെക്കുവാൻ അവന് കഴിയുകയില്ല. He sends demons to many places, but he himself comes to one place for some reason. അവൻ തന്റെ അനുചരന്മാരെ, തന്റെ സഹഭൃത്യരായിരിക്കുന്ന പിശാചുക്കളെ പലയിടങ്ങളിലേക്കും ഒരേ സമയത്ത് അയച്ചെന്ന് വരാം. പക്ഷെ പിശാച് തന്നെ ഒരിടത്ത് വന്ന് സിംഹാസനം വെക്കുമ്പോൾ അവൻ അവിടെ മാത്രമാണ്. This particular time he had kept his throne in Pergamos. പെർഗമോസിലെ സഭയ്ക്ക് സന്ദേശം എഴുതുന്നതായിരിക്കുന്ന ആ സമയത്തെ കാലഘട്ടത്തില് സാത്താൻ തന്നെ വന്ന് പെർഗമോസിലെ സഭയുടെ നടുവിൽ അവന്റെ സിംഹാസനം വെച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. Some people in those days he troubled with persecution, as we read in the church in Smyrna. സ്മിർനയിലെ സഭയ്ക്കുള്ള സന്ദേശം വായിക്കുമ്പോൾ നമുക്കറിയാം, പിശാച് വിവിധ നിലകളിലാണ് ഓരോ സഭകളെയും ബുദ്ധിമുട്ടിച്ചത്. സ്മിർനയിലെ സഭയ്ക്ക് പീഡയായിരുന്നു അവൻ നൽകിയത്. Chapter 2 verse 10. 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. What you are to suffer, because the devil is going to put some of you in prison. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, പിശാച് നിങ്ങൾ ചിലരെ 10 ദിവസത്തേക്ക് തടവിലാക്കുവാൻ പോകുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. The devil is given permission by God to put certain believers in prison. It is written in the Bible. ദൈവത്തിന്റെ വചനത്തിൽ ഈ ഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, സർവശക്തനായിരിക്കുന്ന ദൈവം തന്നെ പിശാചിന് ദൈവമക്കളായിരിക്കുന്ന ചിലരെ ഒരു പ്രത്യേക സമയത്തേക്ക് തടവിലാക്കുവാൻ അനുവാദം കൊടുക്കുന്ന സന്ദർഭമുണ്ട്. The period in prison is not determined by the magistrate or the judge, is determined by God. അങ്ങനെ തടവിൽ ജയിലിലെ ഒരു വിശ്വാസി സുവിശേഷ നിമിത്തം കഴിയേണ്ടി വന്നാൽ അവൻ എത്ര നാൾ തടവിലായിരിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് അവനെ വിധിച്ച് ജയിലിൽ അയക്കുന്ന ജഡ്ജിയല്ല, മറിച്ച് ദൈവം തന്നെയാണ്. The Chinese people put Watchman Nee in prison for 20 years and extended it to 22 years, but God was the one who determined that period.
നിങ്ങൾ ഒരുപക്ഷെ ചിലർ അറിയുന്നത് പോലെ ചൈനയിലെ ദൈവത്തിന്റെ ദാസനായിരുന്ന വാച്ച്മാനിയെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വിചാരണ ചെയ്ത് 20 വർഷത്തേക്ക് തടവിലാക്കി. പിന്നീട് 20 വർഷം എന്നുള്ളത് 2 വർഷം കൂടെ കൂട്ടി ദൈവമാണ് 22 വർഷം അവൻ ജയിലിലായിരിക്കണമെന്നുള്ളത് തീരുമാനിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ദാസന്മാരിൽ ഒരുവനായിരുന്നു വാച്ച്മാനി. അവന് യേശുവിനെ പിൻപറ്റിയതുകൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അവന് കുറച്ചുകൂടെ നല്ല ഒരു വീടോ ഒരു പുതിയ കാറോ അല്ല കിട്ടിയത്. അവന് ദീർഘവർഷങ്ങൾ തടവറയാണ് ലഭിച്ചത്. പിശാചാണ് അവനെ ജയിലഴിക്കുള്ളിൽ അടയ്ക്കുവാനായി കരുക്കൾ നീക്കിയത്. പക്ഷെ സ്വർഗത്തിലെ ദൈവമാണ് അനുവദിച്ചത്. അവൻ എത്ര നാൾ ഇവിടെ ആയിരിക്കണമെന്നുള്ള പരിധി നിർണയിച്ചു. ആ നിലയിൽ ദൈവത്തിന്റെ വചനം സുവിശേഷം നിമിത്തം പീഡയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കുള്ള ദൈവത്തിന്റെ വചനം എന്താണെന്നറിയാമോ? ഈ സഭയോട് പറഞ്ഞതാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. വാച്ച്മാനിയെ പോലുള്ളവർ തടവില് വിശ്വാസം നഷ്ടപ്പെട്ടില്ല, ദൈവത്തോട് പിറുപിറുത്തില്ല. ദൈവം നൽകി അനുവദിച്ച സാഹചര്യത്തിൽ അവർ തികച്ചും തൃപ്തരായിരുന്നു. 22 ദീർഘവർഷങ്ങൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിഞ്ഞതിന് ശേഷവും ദൈവത്തോട് പിറുപിറുപ്പില്ലാതെ തൃപ്തനായിട്ട് ഒരുവന് കഴിയുവാൻ കഴിഞ്ഞാൽ വാച്ച്മാനിയെ കുറിച്ച് നമുക്ക് പറയാം, അവൻ ദൈവ മനുഷ്യൻ തന്നെയാണ്. I have more faith in such a man saying he had faith than somebody telling me God gave me a 6-bedroom house. 6 കിടപ്പുമുറിയുള്ളതായിരിക്കുന്ന വലിയ കൊട്ടാര സദൃശമായിരിക്കുന്ന ഒരു വീട് വിശ്വാസത്താൽ ദൈവം എനിക്ക് തന്നെന്ന് പറയുന്ന ഇന്നത്തെ ഒരു വിശ്വാസിയെക്കാളും ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് 22 വർഷം ജയിലഴിക്കുള്ളിൽ കഴിഞ്ഞിട്ടും യേശുവിനെ തള്ളിപ്പറയാതെ തൃപ്തനായി അതിന് പുറത്തു വന്ന വാച്ച്മാനിയാണ്. One of his last letters he writes about the joy of the Lord in his heart. ആ ജയിലില് അവസാന നിമിഷങ്ങൾ കഴിച്ചപ്പോൾ വാച്ച്മാനിയിൽ നിന്ന് പുറം ലോകത്തിന് കിട്ടിയ കത്തുകളിൽ ഒന്നിൽ തന്റെ സഹോദരിക്ക് അയച്ച ഒരു കത്തില് യേശുവിന്റെ ദൈവം നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് അവൻ സൂചിപ്പിക്കുന്നു. That was the Christianity that once upon a time that the apostles and all preached and knew and experienced. അപ്പോസ്തലന്മാർ ആദിമ നാളുകളിൽ പ്രസംഗിക്കുകയും അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുകയും ചെയ്തതായിരിക്കുന്ന ക്രിസ്ത്യാനിത്വം ഇതുപോലുള്ളതായിരിക്കുന്ന തൃപ്തിയുടെ ജീവിതമായിരുന്നു. And that is the type of Christianity many people in China are experiencing today. ഈ കാലത്തും ചൈനയിലുള്ളതായിരിക്കുന്ന അനേക ക്രിസ്തീയ വിശ്വാസികള് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ജീവിക്കുന്നതായിരിക്കുന്ന ഒരു ക്രിസ്തീയതയുടെ ഉടമകളാണ്. And he says to the church in Pergamum, പെർഗമോസിലെ സഭയോട് ദൈവത്തിന്റെ ദൂതനിലൂടെ അറിയിക്കുന്ന സന്ദേശം എന്താണ്? Once upon a time you were also like that. ഒരു കാലത്ത് നിങ്ങളുടെ നടുവിൽ നിന്ന് രക്തസാക്ഷികൾ എഴുന്നേറ്റിരുന്നു. നിങ്ങൾ തീവ്രതയുള്ള തീഷ്ണതയുള്ള ദൈവമക്കളായിരുന്നു. Satan persecuted you. പിശാചൻ നിങ്ങളെ പലരെയും ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. And Antipas was killed. നിങ്ങളുടെ ഇടയിലുള്ള ഒരു സഹോദരനായ അന്തിപ്പാസ് രക്തസാക്ഷിയായി യേശുവിന് വേണ്ടി മരിപ്പാനിടയായി. But now things have changed. എന്നാൽ ഇന്ന് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Do you think God has to say that to the believing church in Kerala? കേരളത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് ദൈവത്തിന്റെ ഹൃദയവേദനയോടെ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു സാക്ഷ്യം പറയേണ്ട ആവശ്യമുണ്ടോ? 70-80 years ago, some of your fathers in the faith were persecuted for the faith. ഇന്നേക്ക് ഏതാണ്ട് ഒരു 70 വർഷങ്ങൾക്കൊക്കെ മുൻപുള്ള സമയം നിങ്ങൾ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടാകും, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ പിതാക്കന്മാർ, വല്യപ്പച്ചന്മാർ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചവരായിരുന്നു. But things have changed now, the Lord says. എന്നാൽ കർത്താവിന് ഇന്ന് പറയാനുള്ളത്, ഇന്ന് സാഹചര്യം വളരെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. I believe this is not only the message to Pergamos, it is the message to the churches in Kerala. ഞാൻ വിശ്വസിക്കുന്നത് പെർഗമോസിലെ സഭയ്ക്ക് മാത്രമുള്ള സന്ദേശമല്ല, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സഭകൾക്കുള്ളതായിരിക്കുന്ന ഈ അന്ത്യനാളുകളിലെ സന്ദേശം കൂടെയാണ് പെർഗമോസിനുള്ളതായിരിക്കുന്ന ദൂത്. Those fathers of yours 70-80 years ago didn't get better houses or things like that, but they stood true to the Lord. 70-80 വർഷങ്ങൾക്ക് മുൻപ് വിശ്വാസത്തിന് വേണ്ടി മുൻപോട്ട് ചൂടുകൾ വെച്ച പിതാക്കന്മാർക്ക് വളരെ മനോഹരമായിരിക്കുന്ന വീടുകളോ ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുകയോ ഒന്നുമല്ല ലഭിച്ചത്. But now എന്നാൽ ഇന്ന് the Lord says, ആ പിതാക്കന്മാരുടെ തലമുറയെ കുറിച്ച് കർത്താവിന് പറയാനുള്ളത് എന്താണ്? The elder in Pergamon, verse 14. 14-ാം വാക്യത്തില് പെർഗമോസിലെ സഭയുടെ ദൂതനെ കുറിച്ച് തന്നെയാണ് I പറയുന്നത്. have something against you. നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാൻ എനിക്ക്. Primarily that you got some people in your midst who hold the teaching of Balaam. അവിടെ നാം വായിക്കുന്നത് ബിലയാമിന്റെ ഉപദേശം സ്വീകരിച്ചിരിക്കുന്ന ചിലര് നിന്റെ ഇടയിലുണ്ടെന്നാണ്. Do you know Balaam was a prophet? ബിലയാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ജീവനുള്ള ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ബിലയാം.
Do you know that Balaam prophesied about the coming of Christ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ കുറിച്ച് ബിലയാം പ്രവചിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? Numbers chapter 22, 23 and 24, those 3 chapters. സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങള് ബിലയാമിന്റെ ദർശനവും പ്രവചന വാക്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. Speaks about Jesus coming out of the tribe of Judah. യഹൂദയിൽ നിന്നൊരു ചെങ്കോൽ ഉയരും എന്ന് പറഞ്ഞ് യേശുവിന്റെ വരവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവാചകനായിരുന്നു ബിലയാം. How could he say that 1500 years before Christ was born? യേശു ഭൂജാതനാകുന്നതിന് 1500 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കുവാൻ ദൈവാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ബിലയാം. The devil didn't know that. പിശാചിന് ആ കാര്യം മുൻകൂട്ടി പറയുവാൻ കഴിയുമായിരുന്നില്ല. He was in touch with Almighty God. പ്രവാചകനായിരുന്ന ബിലയാം അവൻ പ്രവചിക്കുമ്പോൾ സർവശക്തനായ ദൈവവുമായിട്ട് സജീവ ബന്ധമുള്ള പ്രവാചകനായിരുന്നു. But one day one rich king എന്നാൽ ഒരു bribed him with money. എന്നാൽ ഒരു ദിവസം സമ്പന്നനായിരിക്കുന്ന ബാലാക്ക് എന്ന് പറഞ്ഞൊരു രാജാവ് വളരെ ധനം കാണിച്ച് അവനെ പരീക്ഷിച്ചു. And in the beginning he resisted it. തുടക്കത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനായതുകൊണ്ട് രാജാവിന്റെ പ്രലോഭനങ്ങൾക്ക് അവൻ വഴങ്ങാൻ തയ്യാറായില്ല. I cannot go after money. God has called me to speak His word. ദൈവം തന്റെ വചനം സത്യമായി അരുളി ചെയ്യുവാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ധനത്തിന്റെ പിറകെ ഞാൻ പോകുകയില്ല എന്ന് അവൻ സാക്ഷ്യം പറഞ്ഞവനാണ്. That is how many preachers today also have said, no, I can't go after that. I have to preach God's word faithfully. ഇന്നും തുടക്കത്തിൽ പല ക്രിസ്തീയ പ്രസംഗരും ഔവണ്ണം ആത്മാർത്ഥതയോടെ പറയുന്നവരാണ്, പണത്തിന്റെ പിന്നാലെ ഞാൻ പരക്കം പായുകയില്ല, ദൈവത്തിന്റെ സത്യവചനം ഞാൻ പ്രസംഗിക്കും. But when the devil has his throne somewhere, he has got many ways of drawing such preachers away. എന്നാൽ പെർഗമോസിൽ സംഭവിച്ചതുപോലെ സാത്താൻ തന്റെ സിംഹാസനം ഒരിടത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എത്ര ആത്മാർത്ഥതയുള്ളവരാണെങ്കിലും അവരെ വഞ്ചിക്കുവാൻ, വഴിതെറ്റിക്കുവാൻ പിശാചിന് വിവിധ തന്ത്രങ്ങളുണ്ട്. Not with persecution. അത് പീഡയിലൂടെ, ഉപദ്രവത്തിലൂടെ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. By Balak offering more money. ബാലാക്കിനെ പോലെ ആദ്യം കൊടുത്തയച്ചതായിരിക്കുന്ന സമ്മാനങ്ങളും സമ്പത്തും പോരായെന്ന് തോന്നുമാറ് വീണ്ടും അധികമായ നിലയിൽ സമ്പത്ത് വാഗ്ദാനം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ. മാത്രമല്ല കുറച്ചുകൂടെ ബഹുമാനം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും. Imagine, it's like if the preacher gets invited by the chief minister of Kerala and the other ministers and all to sit with them for a meal. നിങ്ങളിങ്ങനെ വിചാരിക്കുക, ആത്മാർത്ഥയോടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയതായിരിക്കുന്ന ഒരു സുവിശേഷകൻ, അവനൊരു ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ക്ഷണം കിട്ടുകയാണ്. മന്ത്രിസഭയുടെ സമ്മേളനത്തില് അതിന്റെ ഇടയിൽ കുറെ സമയം ദൈവവചനം പ്രസംഗിക്കുവാൻ താങ്കളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ക്ഷണമൊക്കെ കിട്ടിയാൽ അതെന്തൊരു വലിയ ബഹുമതിയായിരിക്കും. പത്രത്തിലൊക്കെ പിറ്റേ ദിവസം വലിയ തലക്കെട്ടോടെ വാർത്ത അച്ചടിച്ചു വരും. A man who is feasting with the living God every day, he doesn't think that's a great honor to live with some small fellow like a chief minister. എന്നാൽ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തോടൊപ്പം ആത്മീക ഭോജനം കഴിച്ച് സമൃദ്ധിയിൽ കഴിയുന്ന ഒരു ദൈവ മനുഷ്യനാണെന്ന് വരികില് ലോകത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു കൊച്ച് മുഖ്യമന്ത്രിയോടൊപ്പം അത്താഴ വിരുന്ന് കഴിക്കുന്നൊന്നും അവനൊരു വലിയ ബഹുമതിയായി കരുതുകയില്ല. What do you think is a greater honor, to dine with the managing director of a factory or with his peon? എന്താണ് ശരിക്കും പറഞ്ഞാല് കൂടുതൽ മാന്യമായിരിക്കുന്ന, ലോകം വിലമതിക്കുന്ന കാര്യം ഒരു വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറോടൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നതാണോ, അതോ ആ കമ്പനിയിലെ ഒരു ശിപായിയുടെ കൂടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ? ഏതാ മാന്യതയുള്ളത്? You really fellowship with the managing director of this universe. What are these little ones? പ്രപഞ്ചത്തിന്റെ വിധാതാവായിരിക്കുന്ന, സർവവും നിയന്ത്രിക്കുന്ന ദൈവത്തോടൊപ്പം വിരുന്ന് കഴിക്കാൻ ക്ഷണം കിട്ടിയിട്ടുള്ള ആളുകള് ഈ ശിവായെ പോലെയുള്ള ലോകത്തിന്റെ വലിയ മനുഷ്യരോടൊപ്പം സമയം ചെലവഴിക്കാൻ മാന്യതയെ കരുതുന്ന എന്തൊരു വിരോധാഭാസമാണ്. Those men like Antipas, they have become rare. എന്നാൽ അന്തിപ്പാസിനെ പോലെയുള്ള ആളുകള് ഈ കാലഘട്ടത്തിൽ എത്രയും വിരളമായിരിക്കുക. It's the teaching of Balaam that is now prevalent. ബിലയാമിന്റെ ഉപദേശമാണ് ഇന്ന് പ്രചാരം നേടുന്നത്. The teaching of Balaam is the prosperity gospel. ബിലയാമിന്റെ ഉപദേശം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ ആ പേര് ഉപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അത് സമ്പൽ സമൃദ്ധിയുടെ ഇന്ന് നാം കാണുന്ന സുവിശേഷം തന്നെയാണ്. Make money with your preaching. നിന്റെ പ്രസംഗം ദൈവം നിനക്ക് തന്ന ശുശ്രൂഷ കൊണ്ട് ധനം സമ്പാദിക്കുക ഏത് വിധേന. That is the teaching of Balaam. You read the Old Testament, it is very clear. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം ഞാൻ പറഞ്ഞ അധ്യായങ്ങളും അതിന് മുൻപൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചാൽ അറിയാം, ബിലയാമിന്റെ ഉപദേശം മറ്റൊന്നുമല്ല, ദൈവം നിനക്ക് തന്ന ശുശ്രൂഷ കൊണ്ട് നീ സമ്പന്നനാകുക, നിനക്ക് മാന്യത കൈവരിക്കുക, You can get honor, നിനക്ക് ബഹുമാനം ലഭിക്കും. പണം മാത്രമല്ല, all the big shots in your society, സമൂഹത്തിലെ മേലേക്കിടയിലുള്ള ആളുകളൊക്കെ നിന്റെ സ്നേഹിതരാകും. and be proud that
that some MLAs and MPs are attending your church. MLA-മാരും MP-മാരും ഒക്കെ നിങ്ങളുടെ സഭയിലെ അംഗങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാൻ കള്ളം പറയുന്നതല്ല. അവർ വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയാൽ എന്തൊരു വലിയ ബഹുമതിയാണ്. Which member of Herod's cabinet came to Jesus' church? യേശുവിന്റെ സഭയിൽ, യേശുവിന്റെ കൂട്ടത്തില് ഹെരോദാവിന്റെ മന്ത്രിസഭയിലെ ആരൊക്കെ സംബന്ധിച്ചിരുന്നു? നിങ്ങൾക്ക് വല്ലതും വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? Which member of the Emperor Nero's cabinet came to Paul's church? പൗലോസ് സ്ഥാപിച്ച സഭകളിൽ എവിടെയെങ്കിലും അന്നത്തെ ചക്രവർത്തിയായിരുന്ന നീറോയുടെ മന്ത്രിസഭയിലെ ഭരണ കേന്ദ്രത്തിലെ ആരെങ്കിലും വന്നതായിട്ട് നാം വായിക്കുന്നുണ്ടോ? But in Pastor Balaam's church, the king himself is there. എന്നാൽ പാസ്റ്റർ ബിലയാമിന്റെ സഭ അങ്ങനെയൊന്നുള്ള സഭയൊന്നുമല്ല, മോശപ്പെട്ട സഭയൊന്നുമല്ല. സാധാരണ മുഖ്യമന്ത്രിയോ മന്ത്രിസഭ അംഗങ്ങളോ MLA-മാരോ ഒന്നുമല്ല. സാക്ഷാൽ രാജാവായിരിക്കുന്ന ബാലാക്ക് തന്നെയാണ് അവന്റെ അടുക്കൽ ആരാധനയ്ക്ക് വരുന്നത്. രാജാവ് വന്നാൽ പിന്നെ ബാക്കിയുള്ളവർ വരുമെന്നുള്ളതിന് സംശയമുണ്ടോ? The offerings become more. മാത്രമല്ല സ്തോത്ര കാഴ്ചയുടെ അളവും വർദ്ധിക്കും. You can get a bigger building when the king is a member of your congregation. രാജാവ് തന്നെ നിന്റെ സഭയുടെ അംഗമായിരിക്കുന്ന സമയത്ത് ഒരു വലിയ ആരാധനാ ഹാൾ ഉണ്ടാക്കുന്ന വല്ല വിഷമമുള്ള കാര്യമാണ്. The only thing is you have to compromise your message a little bit when the king is sitting there. എന്നാൽ ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായി നടക്കുകയില്ല. നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന കറയില്ലാത്ത സുവിശേഷത്തിൽ അല്പം വെള്ളം ചേർത്ത് ഒരല്പം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പ്രസംഗിക്കുന്ന മാത്രമേ ഉള്ളൂ. That is the reason why the real prophets who were there in Christendom in olden times are not there nowadays. ഈ കാരണം കൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തീയ ലോകത്തിൽ നാം കണ്ടുവന്ന, വളരെ അപൂർവമായിട്ടാണെങ്കിലും കണ്ടുവന്ന യഥാർത്ഥ പ്രവാചകന്മാരെ ഇന്ന് കാണാനേ ഇല്ലാത്തത്. What is the solution to this? ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്? To learn what Paul learned. പൗലോസ് പഠിച്ചതായിരിക്കുന്ന ആ അടിസ്ഥാനപരമായ പാഠം നാം പഠിക്കുന്നതാണ്. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഉള്ള അവസ്ഥയിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ അവിടെ പൂർണ്ണ തൃപ്തിയോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എവിടെ കിടന്നുകൊണ്ടാണ് പൗലോസ് ഈ വാക്കുകൾ എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്. അവനൊരു ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. The jails in first century were not like this jails nowadays. ഇന്ന് നാം കാണുന്നതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ജയിലൊന്നും ആയിരുന്നില്ല പൗലോസിന് കിട്ടിയത്. 1-ാം നൂറ്റാണ്ടിലെ തടവറ തന്നെയായിരുന്നു. Dungeon with rats and mosquitoes and cockroaches all running around. എലികളും ക്ഷുദ്രജീവികളും തിങ്ങി നിൽക്കുന്ന വൃത്തിഹീനമായിരിക്കുന്നതായിരിക്കുന്ന ഇരുട്ടറകളായിരുന്നു അന്നത്തെ തടവറകൾ. Get 1 or 2 dry bread crumbs as your breakfast and lunch. നിങ്ങൾക്ക് ഭക്ഷണമായി ദിവസം 1-2 പ്രാവശ്യം കിട്ടുന്നത് ഉണങ്ങി വരേണ്ട ചില റൊട്ടി കഷ്ണങ്ങൾ മാത്രമായിരിക്കും. This man who could have been sitting in robes in the Sanhedrin if he had compromised is suffering like this because he preached the truth of Jesus. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിരുന്നെന്ന് വരികില്ല. സൻഹദ്രി സംഘത്തില് വിശേഷ വസ്ത്രം ധരിച്ച് നല്ല സ്ഥാനത്തിരിക്കുവാൻ കഴിയുമായിരുന്ന ശൗലാണ് ഇന്ന് പൗലോസായിട്ട് തടവറയില് യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നത്. പൗലോസിനോട് ചോദിച്ചാൽ അവൻ സാക്ഷ്യം പറയും, ക്രിസ്തുവിനെ ഞാൻ കണ്ടപ്പോൾ, അവന്റെ ധനം ഞാൻ ദർശിച്ചപ്പോൾ ഇതെല്ലാം ചവറെണ്ണുവാൻ എനിക്ക് പ്രയാസമുണ്ടായില്ല. ഇന്നത്തെ അനേക ക്രൈസ്തവരെ അറിയുന്നു എന്ന് അവകാശപ്പെടുന്ന യേശുവിനെ അല്ല പൗലോസ് ദർശിച്ചത്. അവൻ യഥാർത്ഥ യേശുവിനെ കണ്ടവനായിരുന്നു. He met a Jesus who could make him absolutely content even if he was in a rotten prison. ഇത്ര ക്ലേശകരമായിരിക്കുന്ന ഒരു ജയിലറയ്ക്കുള്ളിലായിരിക്കുന്ന സമയത്തും പൂർണ്ണ തൃപ്തിയോടെ ഇരിക്കുവാൻ തന്നെ പ്രാപ്തനാക്കുന്ന പഠിപ്പിച്ച യേശുവിനെയാണ് പൗലോസ് പരിചയപ്പെട്ടിരുന്നത്. I have heard the audacity of some American prosperity preachers saying Paul didn't have faith, that's why he went into that prison. നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും ഞാനിത് പറയുമ്പോൾ. നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാകും. ഇന്ന് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിലും അവിടെയും പ്രസംഗിക്കുന്ന ചിലരുണ്ട്. അവരുടെ അന്ധത അല്ലെങ്കിൽ അവരുടെ അഹന്ത എത്ര
എത്ര ഭയങ്കരമാണ്. അവർ ചിലർ പറയുന്നത് എന്താണെന്നറിയാമോ? പൗലോസ് ഇങ്ങനെ തടവറയിൽ കിടന്ന് അരിഷ്ടത അനുഭവിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവന് നമുക്കൊക്കെ ഇന്നുള്ള വിശ്വാസമില്ലായിരുന്നു. അവന് വിശ്വാസം, യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നെന്ന് വരികില് അവൻ ഇങ്ങനെ ഇത്രയും വർഷമൊന്നും അതിനകത്ത് കിടക്കത്തില്ല. അവൻ എത്രയും പെട്ടെന്ന് വെളിയിൽ വന്നേനെ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് സമയത്താണെങ്കിലും ഇതുപോലെ തൃപ്തനായിരിക്കാൻ പഠിച്ച എന്നെ വെല്ലുവിളിക്കുന്ന പൗലോസിനെ വിശ്വസിക്കാനും അനുകരിക്കാനുമാണ് എനിക്ക് ആഗ്രഹം, ഇന്നത്തെ ഇത്തരത്തിലുള്ള പ്രസംഗകരെയല്ല. So that is the contrast between Antipas and the teachers of Balaam. ബിലയാമിന്റെ ഉപദേശം പ്രസംഗിക്കുന്നവരും രക്തസാക്ഷിയായി കൊല്ലപ്പെട്ട അന്തിപ്പാസും തമ്മിലുള്ള ജീവിതത്തിന്റെ വൈരുദ്ധ്യം ശ്രദ്ധിക്കുക. Two categories of believers. രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ എക്കാലത്തും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. The mark of a person who is content is that he gives thanks in everything. തൃപ്തനായിരിക്കുന്ന ഒരുവന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയുവാൻ അവന് ഒരു പ്രയാസവുമില്ല. There are many areas where we do not know the will of God. ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്ന അനേക സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. What I should do here, what I should do there, it's very difficult sometimes to know. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം, നാളെ എന്താണ് ഞാൻ തീരുമാനിക്കേണ്ടത്, പലപ്പോഴും ബുദ്ധിമുട്ടാണ് നമുക്ക്. But there is one area where the will of God is absolutely clearly written in Scripture. എന്നാൽ ദൈവത്തിന്റെ വചനത്തില് ഒരു മേഖലയെക്കുറിച്ച് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവഹിതം നമുക്ക് എല്ലാവർക്കും വെളിപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. 1 Thessalonians 5:18. തെസ്സലോനിക്കർ എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ശ്രദ്ധിക്കുക. In everything give thanks, for this is the will of God for you in Christ Jesus. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. At least one area you know God's will now. ദൈവത്തിന്റെ ഇഷ്ടം ഈ കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, നന്ദി പറയുവാൻ എല്ലാ സാഹചര്യത്തിലും. I met so many young people in my life who say, Brother Jack, how can I find the will of God? ഞാൻ അനേക ചെറുപ്പക്കാരെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നോട് അവർ ചോദിക്കാറുണ്ട് പലപ്പോഴും, സഹോദര, ദൈവഹിതം എങ്ങനെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്? I say it's difficult to know it in every area. എല്ലാ മേഖലയിലും അത് കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. But why not start with somewhere areas we know? എന്നാൽ നമുക്ക് അറിയാവുന്ന, തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചില മേഖലകളില് ദൈവഹിതം നാം അംഗീകരിച്ച് തുടങ്ങിക്കൂടെ? And something where it's clearly written, this is the will of God. ദൈവഹിതമാണെന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഇതുപോലെയുള്ള ഭാഗങ്ങള് നാം വിശ്വസിക്കേണ്ടതല്ലേ? If you don't learn 1, 2, 3, how can you study calculus and higher things in mathematics? 1, 2, 3 തുടങ്ങിയ ബാലപാഠം നാം പഠിച്ചു തുടങ്ങിയില്ലെന്ന് വരികില് കണക്കിലെ വളരെ ഉയർന്ന തലത്തിലുള്ള കാൽക്കുലസും ഒക്കെ നാം എന്നാ പഠിക്കാൻ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങാം. There was no command like this in the Old Testament. പഴയ നിയമ കാലഘട്ടത്തിൽ യേശു വരുന്നതിന് മുൻപേ നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ച ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു കൽപ്പനയില്ലായിരുന്നു. There's not a single verse from Genesis to Malachi saying, in everything give thanks. നിങ്ങൾ തിരുവചനം താല്പര്യമുള്ളവർ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചു നോക്കുക. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പഴയ നിയമപുസ്തകങ്ങളിൽ ഒരിടത്തും ഇതുപോലൊരു കൽപ്പനയില്ല. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. That is why if you've heard me preach for the last 25 years at least, there is a fundamental difference between the new covenant and the old covenant. കഴിഞ്ഞ 25 വർഷമായി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശമായി ഞാൻ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള പലർക്കും അതറിയാം. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇവിടെയാണ്. There were many things they could not do in the Old Testament. പഴയ നിയമകാലത്ത് എത്ര അധികം ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. Romans 8:3 says what the law could not do, God did. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എന്താണ് പറയുന്നത്? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്, ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ ദൈവം സാധിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. One of the things the law could not do was make you give thanks for everything. ന്യായപ്രമാണത്തിന് ഒരു കാലത്തും ചെയ്യുവാൻ കഴിയാതിരുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുക. All the high standard the law could bring in people, it still produced grumblers and complainers. ന്യായപ്രമാണത്തിന്റെ വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കുന്ന വ്യക്തികൾ വളരെ ഉന്നതമായിരിക്കുന്ന ഒരു സാൻമാർഗിക നിലയിൽ എത്തിയിരുന്നുള്ള സത്യമാണെങ്കിൽ തന്നെയും അവർ മിക്കപ്പോഴും പിറുപിറുക്കുന്നവരും പരാതിക്കാരും സംതൃപ്തിയില്ലാത്തവരുമായി തുടർന്നു. This is not a new sin.
ഇത് ഒരു പുതിയ പാപമല്ല. It was the sin of Lucifer. അത് പ്രപഞ്ചത്തില് പാപം കടന്നു വരുവാൻ ഇടയായ ലൂസിഫറിന്റെ പാപം അത് തന്നെയായിരുന്നു. The first highest archangel who became the devil. ദൈവത്തിന്റെ ദൂതന്മാരിൽ അഗ്രഗണ്യനായിരുന്ന പിശാചായി തീർന്ന ലൂസിഫറിന്റെ പാപം ഇത് തന്നെയായിരുന്നു. What was that? എന്തായിരുന്നു ലൂസിഫർ ചെയ്തത്? Many people think of his sin as only pride or rebellion. പലരും ലൂസിഫറിന്റെ വീഴ്ചയുടെ കാരണമായ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ മത്സരം അല്ലെങ്കിൽ നിഗളം അത് മാത്രമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. അത് സത്യമാണ്. But in addition, it was discontentment. എന്നാൽ അതോട് ചേർന്ന് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ലൂസിഫറിന്. എന്തായിരുന്നത്? അതൃപ്തി. അവനായിരുന്ന സാഹചര്യത്തെക്കുറിച്ച് അവൻ തൃപ്തനായിരുന്നില്ല. I am not happy with this material position you have given me. ദൈവത്തോട് ഉള്ള അവന്റെ പരാതി എന്താണെന്നറിയാമോ? നീ എനിക്ക് തന്നിരിക്കുന്ന സകല ദൂതജാലത്തിനും പ്രപഞ്ചത്തിലെ എല്ലാത്തിനും മീതെ എനിക്ക് അധികാരം തന്നു, പക്ഷെ അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. അവൻ എത്ര വലിയ പദവിയും എത്ര വലിയ സാധ്യതകളും ആ ദൈവം നൽകി. അവന് സൗന്ദര്യത്തില് എത്രയും മുമ്പിലായിരുന്നു. അവൻ ബുദ്ധി കൂർമ്മതയുള്ളവനായിരുന്നു. സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീയ വരങ്ങൾ, സംഗീതത്തിന്റെ വരം എന്തെല്ലാം ആ കെരൂബിൽ ഉണ്ടായിരുന്നു. അവന് ഉന്നതമായ സ്ഥാനം ദൈവം കൊടുത്തു. ഹയസ്റ്റ് ഓഫ് ക്രിയേറ്റഡ് ബീയിങ്സ്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനം ലൂസിഫറിന് ദൈവം കൽപ്പിച്ച് നൽകിയിരുന്നു. You think if there was anybody who should be satisfied in the universe, it's that person. പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഒരാൾ തൃപ്തനായി ജീവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ലൂസിഫറിനായിരിക്കണം. Nobody above him except God. ദൈവം ഒഴികെ വേറെ ആരും അവന്റെ മീതെ ഇല്ലാത്ത ഒരവസ്ഥ ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കി. Can such a man be discontent? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അതൃപ്തനായി തീരുവാൻ കഴിയുമോ? Yes. കഴിയുമെന്നാണ് ലൂസിഫറിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. I am not happy with this. ഇതുകൊണ്ട് ഞാൻ തൃപ്തനല്ല. I want more. എനിക്ക് ഇത് പോരാ, കുറെ കൂടെ വേണം. More means what? They have got to take God's place itself. ലൂസിഫറിന് അതിന്റെ മുകളിൽ പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ദൈവത്തിന്റെ സിംഹാസനം അവന്റെ സ്വന്തമാകണം. That is the root of the prosperity gospel. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ നാരായ വേര് ഈ താല്പര്യത്തിലാണ് കിടക്കുന്നത്. It's all coated with nice sugar coated language of faith. വിശ്വാസത്തിന്റെ പഞ്ചസാരയിൽ പൊതിഞ്ഞ ചതിവിന്റെ സന്ദേശമാണ് സമ്പൽ സമൃദ്ധിയുടെ സന്ദേശം. People who don't have spiritual discernment and who don't know the Bible are deceived. ദൈവവചനം അറിയാത്ത, ആത്മീയ വിവേചനമില്ലാത്ത നിരവധി പേര് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പുറകെ പോയി വഞ്ചിക്കപ്പെടുകയാണ്. And they don't know how to give thanks in everything. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവാൻ അവർക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് പഠിക്കാൻ താല്പര്യവുമില്ല. They are not rotting in a prison like Paul. പൗലോസിനെ പോലെ ഒരു കാരാഗൃഹത്തിൽ അവർ കഷ്ടപ്പെടുകയല്ല. They are living in a 3-bedroom house, but they are not satisfied. They want a 6-bedroom one. അവർ തടവറയിലല്ല, 3 കിടപ്പുമുറിയിലുള്ളതായിരിക്കുന്ന മനോഹരമായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, അത് പോരാ, ഇച്ചിരൂടെ വലിയ വീട്. Their car must be a little bigger. അവരുടെ കാർ മോശമൊന്നുമല്ല കേട്ടോ, പുതിയ കാറാ, പക്ഷെ ഒരു ചെറിയ കാറാ. അവർക്ക് കുറച്ചുകൂടെ They already have few lakhs in their bank account, but they want more. ബാങ്കില് കുറെ ലക്ഷങ്ങള് ഇപ്പൊ തന്നെ സമ്പാദ്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് തൃപ്തരല്ല, അത് കോടികളാകണം. Isn't this the sin of Lucifer? ഇത് ലൂസിഫറിന്റെ പാപമല്ലെങ്കിൽ പിന്നെ എന്താണ്? Already God has given you so much. ദൈവം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി നോക്കുമ്പോൾ എത്ര അധികം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തൃപ്തനല്ല. Yes, Lucifer says I am better than all these millions of angels, but I want more. കോടാനുകോടി ദൂതന്മാരെക്കാളും മെച്ചമായിരിക്കുന്ന നിലയിലാണ് എല്ലാം കൊണ്ടും ഞാൻ. ലൂസിഫർ പറയും ശരിയാണ്, പക്ഷേ അതുകൊണ്ട് ഞാൻ തൃപ്തനല്ല. And I say to all these believers today, ഇത്തരത്തിലുള്ള വിശ്വാസികളോടൊക്കെ ഞാനും പറയുന്നത് എന്താണ്? You are saying the same thing. നിങ്ങൾ ലൂസിഫർ പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത്. It's true, I've got more than hundreds of millions of crores of people in India, but I'm not satisfied. ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ജനങ്ങളെക്കാൾ പലതുകൊണ്ടും മെച്ചമാണ് എന്റെ സാഹചര്യം. അത് അവർ തല ഉലുക്കി സമ്മതിക്കും, പക്ഷേ അതുകൊണ്ട് ഞാൻ തൃപ്തനല്ല. You know, this is what the 10th commandment spoke about. മോശ മുഖാന്തരം ദൈവം നൽകിയ 10 കൽപ്പനകളുണ്ടല്ലോ, അതിൽ 10ാമത്തെ ഒടുവിലത്തെ കൽപ്പന ഇതിനെക്കുറിച്ചാ പറയുന്നത്. Thou shalt not covet. മോഹിക്കരുത് എന്നുള്ള ആ ഒറ്റ പദം Thou shalt not എത്ര ആഴമുള്ളതായിരിക്കുന്ന ഒരു കൽപ്പന. Covet anything that God has not given you. ദൈവം തന്റെ സർവ്വജ്ഞാനത്തിലും സ്നേഹത്തിലും നിനക്ക് ഇപ്പോൾ നൽകിയിട്ടില്ലാത്ത ഒരു കാര്യവും
ഹൃദയത്തിൽ നീ മോഹിക്കരുത്. 10ാമത്തെ കൽപ്പന അതാണ്. Paul said in Romans 7. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. Romans chapter 7. He says I could keep all the commandments. റോമാലേഖനം 7-ാം അധ്യായത്തില് പൗലോസിന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് അവൻ പറയുന്നത്, എനിക്ക് കൽപ്പനകളെല്ലാം പാലിക്കുക സാധ്യമായിരുന്നു. He says that in another place. According to the righteousness of the law I am blameless, he says. മറ്റൊരിടത്ത് പൗലോസ് പറയുന്ന സാക്ഷ്യം കൂടെ ഇതിനോട് ചേർത്ത് നിങ്ങൾ ചിന്തിക്കണം. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനന്യനായിരുന്നു. Blameless, he says in Philippians 3. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ യാതൊരു കുറ്റവും ഇല്ലാത്തവനായിരുന്നു ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച്. But he means only the first 9 commandments. എന്നാൽ നമുക്ക് ശ്രദ്ധിച്ച് പഠിച്ചാൽ അറിയാം, പൗലോസ് 10 കൽപ്പനകളിൽ 10 ഉദ്ദേശിച്ചിരുന്നില്ല. ആദ്യത്തെ 9 കൽപ്പനകളിൽ അവനെല്ലാം പാലിച്ചു. When he says I kept my conscience absolutely true unto this day in Acts 23, he means the first 9 commandments. That's all. അപ്പോസ്തലപ്രവൃത്തികൾ 23-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ടല്ലോ, ഞാൻ ഇന്നേ ദിവസം വരെ നിർമ്മല മനസാക്ഷിയോടെ ഇന്ന് വരെ ജീവിച്ചു എന്ന് പറയുമ്പോൾ ആദ്യത്തെ 9 കൽപ്പനകൾ പാലിച്ചതേ ഉള്ളൂ. What about the 10th commandment? 10ാമത്തെ കൽപ്പന എന്താണ്? മോഹിക്കരുത് എന്നുള്ള കൽപ്പനയുടെ കാര്യത്തിൽ അവൻ എന്താ സംഭവിച്ചത്? Romans 7:7. റോമാലേഖനം 7:7. When the law said you shall not covet. ന്യായപ്രമാണം പാപമെന്നാണ്, ഒരു നാളും അരുത്, അതായത് മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയുന്നു. It produced in verse 8 in me coveting of every imaginable type. 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ന്യായപ്രമാണം എന്നോട് പറഞ്ഞു മോഹിക്കരുത്, പക്ഷേ ആ പ്രമാണം ലഭിച്ച ഞാൻ സകലവിധ മോഹവും എന്നിൽ ഉണ്ടായിട്ട് ഞാൻ പാപത്തിൽ ആയി മോഹിച്ചു. Yes, he says, I acknowledge it. ഞാൻ അത് ഏറ്റു പറയുന്നു. മോഹം എന്ന് പറയുന്ന 10ാമത്തെ കൽപ്പനയിൽ തട്ടി വീണ പാപിയാണ് ഞാൻ. Lord, as a young man I coveted with my eyes girls whom you did not give to me as my wife. എന്റെ ജീവിത പങ്കാളിയാകുവാൻ നീ എനിക്ക് നൽകാത്ത പെൺകുട്ടികളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചെറുപ്പമായിരുന്നപ്പോൾ മോഹിച്ചിട്ടുണ്ട്. That is a disobedience to the 10th commandment. 10ാമത്തെ കൽപ്പനയുടെ ലംഘനമായിട്ട് അത് നിങ്ങൾക്ക് കാണാൻ പ്രയാസമുണ്ടോ? Jesus explained it in Matthew 5, but it is written in the 10th commandment if you read it. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഈ കൽപ്പനയെയും വ്യാഖ്യാനിച്ച് നമുക്ക് നൽകി. പക്ഷെ പഴയ നിയമത്തിൽ ദൈവം നൽകിയ കൽപ്പനയാണ്. And Lord, you've given me a very comfortable house, but I covet something more. I'm not happy. എന്റെ കുടുംബത്തിന്, എന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതായിരിക്കുന്ന സൗകര്യപ്രദമായ ഒരു ഭവനം നീ എനിക്ക് നൽകിയിരിക്കുക, അതിനേക്കാളും സൗകര്യമുള്ള മറ്റൊരു വലിയ വീട് ഞാൻ മോഹിച്ചു പോയി എന്ന് സാക്ഷ്യം പറയുവാൻ കഴിയുന്നു. എനിക്കുള്ളതായിരിക്കുന്ന വാഹനം എന്റെ ആവശ്യത്തിന് മതിയായതാണ്, പക്ഷെ അതുകൊണ്ട് തൃപ്തനല്ലാതെ വളരെ വില കൂടിയ ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു കാറ് മോഹിക്കുന്നതിലൂടെ ഞാൻ നിന്റെ 10ാമത്തെ കൽപ്പന ലംഘിക്കുകയാണ്. Paul got deliverance. പൗലോസിന് ഈ പാപത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. He says, thank God Jesus Christ sets me free. Verse 25. 25-ാം വാക്യത്തില് അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസ് പറയാണ്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. In the previous verse he says, who will set me free from this? അതിന്റെ തൊട്ടു മുൻപ് അവന്റെ ഹൃദയത്തിന്റെ വിലാപം നിങ്ങൾ ശ്രദ്ധിക്കുക. മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്നെ ആർ വിടുവിക്കും, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് കരയുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ അവന് ലഭിച്ച വിടുതലിനെ കുറിച്ചാണ് 25-ൽ സാക്ഷിക്കുന്നത്. Romans 8, it was through the Holy Spirit. The Holy Spirit brought the life of Jesus in me and set me free from this law. തുടർന്നുള്ള 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്. എനിക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പുതിയ പ്രമാണത്തില് ഈ മോഹത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. That is the mark of a spirit-filled man. ആത്മനിറവുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളമാണ് അവന് ഇത്തരത്തിലുള്ള പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. I really believe that it is very sad that the mark of the being filled with the Holy Spirit today is considered to be speaking in tongues. വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തില് പരിശുദ്ധാത്മ നിറവിന്റെ അടയാളമായിട്ട് അനേക ക്രിസ്തീയ സമൂഹങ്ങൾ പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതും അന്യഭാഷയിൽ സംസാരിക്കുന്നതും മാത്രമാണ്. I've spoken in tongues for 32 years. കഴിഞ്ഞ 32 വർഷമായി ദൈവത്തിന്റെ ദാനമായ ഈ അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്ന വ്യക്തിയാണ്. Very frequently. വളരെ സന്ദർഭങ്ങളില് വളരെ കൂടുതൽ സമയം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. It's a private love language between me and my beloved bridegroom. എന്റെ
ആത്മമണവളനായിരിക്കുന്ന കർത്താവുമായിട്ട് ഞാൻ രഹസ്യത്തിൽ സ്നേഹസംവാദം നടത്തുന്ന ഭാഷയാണ് അന്യഭാഷ. അത് ആരെയും കാണിച്ച് പ്രദർശിപ്പിക്കാനുള്ളതല്ല. Just like when I express in words my love to my wife, I don't want everybody else to hear about it. വിവാഹിതരായ നിങ്ങൾക്ക് വേഗത്തിൽ അത് മനസ്സിലാകും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ സ്നേഹത്തിന്റെ ചിന്തകൾ പങ്കിടുവാൻ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് മറ്റെല്ലാവരും കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ? I don't want anybody to hear it. എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത് മറ്റാരും കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല. Same way when I speak to my Lord in my love language, I don't want anybody to hear it. എന്റെ കർത്താവിനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ മറ്റാരും അത് കേൾക്കരുതെന്നാണ് എന്റെ താല്പര്യം. Edified me just like the Bible says. ദൈവത്തിന്റെ വചനം അത് പറയുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് ആത്മീയ വർധന വരുത്തുന്നു, എനിക്ക് ആത്മീയ വർധന വരുത്തുന്ന കാര്യമാണത്. But it is not the mark of being filled with the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമല്ല അന്യഭാഷയിൽ സംസാരിക്കുന്നത്. The mark of being filled with the Holy Spirit is that he is set free from covetousness. പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയപ്പെട്ടു എന്നുള്ളതിന്റെ തെറ്റിക്കൂടാത്ത തെളിവ് ഞാൻ പറയാം. മോഹിക്കുക എന്നുള്ള ന്യായപ്രമാണകാലത്ത് അസാധ്യമായിരുന്ന പാപത്തിൽ നിന്ന് ഒരുവൾ സ്വതന്ത്രയാകുമ്പോഴാണ് ആത്മനിറവുള്ളവളായി. റോമാലേഖനം 8:2 നാം വായിക്കുന്നു, ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്ന കാര്യമാണത്. അത് ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിലെ ദൈവം വിശ്വസിക്കുന്ന ദൈവ പൈതലില് ചെയ്യുന്ന പ്രവൃത്തിയാണ്. You know, Jesus knew that nobody in the Old Testament could keep this. പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ കൽപ്പന പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവായ യേശുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. You could keep the other commandments. മറ്റു കൽപ്പനകളൊക്കെ ആത്മാർത്ഥതയുള്ളവർക്ക് പാലിക്കുവാൻ കഴിയുമായിരുന്നു. Don't murder. കൊലപാതകത്തിൽ നിന്ന് ഒഴിവുള്ളവരാകാം. Don't commit adultery. വ്യഭിചാരം ചെയ്തെന്നുള്ള കൽപ്പന പാലിക്കുക. Honor your father and mother. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയും എളുപ്പമാണ്. Don't bear false witness in court. നിങ്ങൾ ഒരു കോടതിയുടെ മുൻപാകെ against your brother, നിന്റെ സഹോദരനോ അയൽക്കാരനോ എതിരെ നിങ്ങൾ കള്ളസാക്ഷ്യം പറയരുത്. All those commandments you can keep. ഈ കൽപ്പനകളെല്ലാം ഹൃദയം വെച്ചാൽ പരിശ്രമിച്ചാൽ അനുസരിക്കാൻ എളുപ്പമാണ്. Why did God keep this extremely difficult 10th commandment at the bottom? എന്നാൽ ഈ 9 അല്പം ബുദ്ധിമുട്ടിയാൽ അനുസരിക്കാൻ കഴിയുന്ന 9 കൽപ്പനകളുടെ ഒടുവിൽ 10ാമത്തെ അസാധ്യമായിരിക്കുന്ന ഒരു കൽപ്പനയും കൂടെ ദൈവം എഴുതി മോശയുടെ കയ്യിൽ കൊടുത്തതിന്റെ അർത്ഥം എന്താണ്? To test who among my people in Israel will be honest enough to acknowledge I am not able to keep it. എന്റെ ഉത്തമ ബോധ്യം ഞാൻ പറയാം. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനാണ് ഈ കൽപ്പനകൾ നൽകിയത്. ദൈവം ഈ 10ാമത്തെ കൽപ്പന നൽകിയപ്പോൾ ഈ പരീക്ഷ നടത്തുകയായിരുന്നു. എന്റെ ജനത്തിൽ ആര് പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ പിതാവേ ഈ കൽപ്പന അനുസരിപ്പാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ആര് പറയും? All the Pharisees pretend that they are keeping all the commandments. എന്നാൽ യേശുവിന്റെ കാലത്തെ പരീശന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അവരുടെ മുഖഭാവവും വാക്കുകളും നടപ്പും ഇരിപ്പും ഒക്കെ കണ്ടാൽ 10ാമത്തെ കൽപ്പനയും ഒരു പ്രയാസവുമില്ലാതെ അനുസരിക്കുന്നവരെ പോലെയാണ് അവർ പെരുമാറുന്നത്. One man, Paul said, I couldn't keep it. എന്നാൽ സന്നിധി സംഘത്തിലെ അംഗമായിരുന്ന പരീശരിൽ പരീശനായിരുന്ന പൗലോസ് പറയുകയാണ്, എനിക്ക് ഈ കൽപ്പന അസാധ്യം. That's the man who got the deliverance. ആ മനുഷ്യനാണ് പുതിയ നിയമത്തിന്റെ ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്ന് നാം ഓർക്കണം. If you will admit that you cannot keep it, you can get deliverance too. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജീവിതമേ, ദൈവത്തിന്റെ കൽപ്പന സത്യമായ ന്യായമായ കൽപ്പനയാണ്, മോഹിക്കരുത് എന്നുള്ളത്. അത് പാലിക്കുവാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഹൃദയപൂർവ്വം അംഗീകരിക്കുന്ന ആരുണ്ട് ഇന്ന് രാത്രിയിലൂടെ? അവർക്ക് ദൈവം സ്വാതന്ത്ര്യത്തിന്റെ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നു. In Mark 10:17 we see another young rich man, clever man like Paul coming to Jesus. മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായത്തിന്റെ 17ാം വാക്യത്തില് പൗലോസിനെ പോലെ മറ്റൊരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വരുന്നത് നാം കാണുന്നുണ്ട്. What shall I do to inherit eternal life? He asked. അവൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യം ചോദിച്ചത്, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? He said, you know the commandments. യേശു അവനോട് പറയുകയാണ്, കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമല്ലോ. Verse 19. 19ാം വാക്യത്തിലാണ്. And he told them all the commandments relating to man. മനുഷ്യനെ ബന്ധിക്കുന്നതായിരിക്കുന്ന കൽപ്പനകളെല്ലാം ഈ ചെറുപ്പക്കാരൻ യേശുവിനെ പറഞ്ഞു കേൾപ്പിച്ചു. The first 4 commandments relate to God. ആദ്യത്തെ 4 കൽപ്പനകൾ നിങ്ങളും അറിയുന്നത് പോലെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലാണ് ആ കൽപ്പനകൾ. The remaining 6 relate to man. ആദ്യത്തെ 6 കൽപ്പനകൾ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. And the Lord told him, കർത്താവിനോട് പറഞ്ഞു, murder, don't commit adultery, don't steal, don't bear false witness, don't cheat, don't honor your father and mother. Verse 19. 19ാം വാക്യത്തില്
അവൻ പറഞ്ഞ വാക്കുകൾ ഇതൊക്കെയാണ്. ആദ്യത്തെ കൽപ്പനകളെ കുറിച്ച് എല്ലാം പറയുകയാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്. Okay, here are commandments number 5, 6, 7, 8, 9. 5, 6, 7, 8, 9 ഈ കൽപ്പനകളാണ് ഈ ചെറുപ്പക്കാരൻ ഉദ്ധരിച്ചത്. Why didn't he list number 10 there? 10ാമത്തെ കൽപ്പന ഈ ചെറുപ്പക്കാരൻ അവിടെ ഉദ്ധരിക്കുന്നതായി നാം കാണുന്നില്ല. Why didn't Jesus remind him of that? യേശു ആ കൽപ്പനയെ കുറിച്ച് എന്തുകൊണ്ടാണ് അവനോട് പറയാത്തത്? നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ അത് വ്യക്തമാണ്. He only told about 5, 6, 7, 8, 9. 5 മുതൽ 9 വരെയുള്ള കൽപ്പനകളെ കുറിച്ച് 19ാം വാക്യത്തിൽ നാം കാണുന്നുള്ളൂ. He says, I've kept all that. ചെറുപ്പക്കാരന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ഗുരു, ഞാൻ ചെറുപ്പം മുതലേ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ചു വരികയാണ്. And now the Lord says, കർത്താവ് അവനോട് തുടർന്ന് പറയുന്ന വാക്ക്. Now let's come to commandment number 10. കർത്താവ് പറഞ്ഞതിന്റെ താല്പര്യം എന്നാണെന്നറിയാമോ? നല്ല കാര്യം, നീ അതെല്ലാം അനുസരിച്ചു. പക്ഷെ 10ാമത്തെ കൽപ്പനയിലേക്ക് നമുക്ക് വരാം. Do you covet? നീ മോഹം ഉള്ളവനാണോ? നീ ധനത്തെ മോഹിക്കുന്നവനാണോ? You love money? നീ പണത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? Let's see whether you can be free from that also. ആ മോഹത്തിൽ നിന്ന്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന്, പണമോഹത്തിൽ നിന്ന് നിനക്ക് സ്വതന്ത്രനായി തീരുവാൻ കഴിയുമോ ഇല്ലയോ? അതാണ് 10ാമത്തെ കൽപ്പന. God has given you so much. ദൈവം നിനക്ക് എന്തുമാത്രം സമൃദ്ധിയായി നൽകിയിരിക്കുന്നു. Your own fellow believers, brothers, Israelites are poor. Why not share it with them? നിന്റെ സഹോദരങ്ങള്, ഇസ്രയേലുള്ളതായിരിക്കുന്ന നിന്റെ കൂടപ്പിറപ്പുകൾ എത്ര പേര് ദരിദ്രരാണ്, ഒന്നുമില്ലാത്തവരാണ്. അവരുമായി നിനക്ക് ദൈവം നൽകിയ ഈ സമൃദ്ധി നിനക്ക് പങ്കിട്ടുകൂടെ? It says his face fell. അവിടെ നാം വായിക്കുന്നത് അവൻ വളരെ ധനവാനാകിയാൽ അവന്റെ മുഖം വാടിയെന്നാണ്. അവന് ദുഃഖമുണ്ടായി. He turned away. അവൻ യേശുവിൽ നിന്ന് പിറംതിരിഞ്ഞ് പോയതായി നാം വായിക്കുന്നു. Paul was different. എന്നാൽ പൗലോസ് വ്യത്യസ്തനായിരുന്നു. He said, Lord, help me. പൗലോസിന്റെ ഹൃദയത്തിന്റെ കരച്ചിൽ ഇതായിരുന്നു: കർത്താവേ, എനിക്ക് സഹായം ആവശ്യമുണ്ട്. ഞാൻ മോഹിക്കുന്നവനാണ്, എനിക്ക് സ്വാതന്ത്ര്യം വേണം. If this man had said the same thing, he could have been like Paul. യേശുവിന്റെ അടുക്കല് വന്ന ധനികനായിരിക്കുന്ന ചെറുപ്പക്കാരൻ പൗലോസ് പറഞ്ഞ അതേ മനോഭാവത്തോടെ കർത്താവേ, ഗുരു, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന് മറ്റൊരു പൗലോസ് ആകാമായിരുന്നു. Today you have heard the word. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് കഴിഞ്ഞു. And you have known what the Lord speaks to your heart. നിങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്. You can turn away like the rich man. ഈ ധനികനായ ചെറുപ്പക്കാരനെ പോലെ ദുഃഖത്തോടെ, വാടിയ മുഖത്തോടെ നിങ്ങൾക്ക് തിരിച്ച് മടങ്ങി നിങ്ങളുടെ വീടുകളിലേക്ക് പോകാം. Or you can cry out like Paul, oh wretched man that I am, who shall deliver me from this body of death. എന്നാൽ അതിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പൗലോസിനെ പോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്നുള്ള ഉൾക്കരച്ചിലോടെ നിങ്ങൾക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. There's a lovely verse in Psalm 37 verse 4. I'll close with that. 37-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം മനോഹരമായിരിക്കുന്ന ഒരു വചനമാണ്. ആ വചനം നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. Delight yourself in the Lord and He'll give you the desires of your heart. 37:4 നാം എന്താണ് വായിക്കുന്നത്? യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. One of the most misunderstood verses in the Old Testament. പഴയ നിയമ വചനങ്ങളിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വചനമാണ് ഇത് എന്ന് ഞാൻ പറയട്ടെ. Here's a young fellow who wants to marry some girl. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളെ കല്യാണം കഴിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ അവളെ എന്റെ സ്വന്തമാക്കാം, ഇതാ അവന്റെ ചിന്ത. Some preacher says, delight yourself in the Lord and He'll give you the desires of your heart. അവൻ പോയ ഒരു വലിയ പുരുഷാരത്തോട് പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ കേട്ട് എന്താണെന്നറിയോ? ഈ വചനം വായിക്കുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. Fellow is not satisfied with his 6-bedroom house. He wants a 10-bedroom house. ആ പ്രസംഗം കേട്ട വേറൊരാള്, അവൻ 6 ബെഡ്റൂമുള്ള വീടുണ്ട്, പക്ഷെ അത് പോരാ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്നാ പറഞ്ഞേക്കുന്നത്. 10 ബെഡ്റൂമുള്ള ഒരു വീടാണ് അവന്റെ ആഗ്രഹം. Delight yourself in the Lord, He will give you the desires. ഓ കർത്താവിൽ, യഹോവയിൽ സന്തോഷിച്ചുകൊള്ളുക, രസിച്ചുകൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിനക്ക് തരും. എത്ര പേര് എത്ര നിലയിലാ കേൾക്കുന്നതെന്നറിയാമോ? Your Honda car is not good enough. You need a Mercedes. നിങ്ങൾക്കൊരു ഹോണ്ട കാറാ ഉള്ളത്, അത് പോരാ, അത് പഴഞ്ചനായിപ്പോയി, അത് കഴിഞ്ഞ വർഷത്തെ ഫാഷനാണ്. ഇപ്പൊ നിങ്ങൾക്ക് മെഴ്സിഡസ് ബെൻസ് കാറാണ് വേണ്ടത്. Delight yourself in the Lord. He will give you the desires of your heart. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ദൈവത്തിന്റെ വചനമാകട്ടോ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ
ഈ ആഗ്രഹം. Or you want അങ്ങനെ അവർ കേൾക്കുന്നത്. admission to medical college or IIT, same thing. Delight yourself in the Lord. He'll give you the desires of your heart. മെഡിക്കൽ കോളേജിലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലോ മക്കൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കാര്യം ആയിക്കോട്ടെ, വചനം ഇവിടെ ഉണ്ട്. 37:4 മറക്കല്ലേ, സങ്കീർത്തനം 37:4. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. Now I will give you the correct interpretation. ഇത്രയും കാര്യങ്ങൾ പലരും പല രീതി കേൾക്കുന്ന പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയാം, ഇപ്പൊ കേട്ടപ്പോൾ അത് ശരിയായ നിലയിലല്ല മനസ്സിലാക്കിയത്. ശരിയായിട്ട് ഈ വചനം എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നൂടെ ഞാൻ പറഞ്ഞു. എന്റെ സ്വന്തം ജീവിതത്തില് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ സത്യം, when I delight myself in the Lord, ഞാൻ കർത്താവിൽ രസിക്കുമ്പോൾ, പ്രമോദിക്കുമ്പോൾ, if I really delight myself in Him, ഞാൻ അങ്ങനെ കർത്താവിൽ സന്തോഷിക്കുന്നു എന്ന് അഭിനയിക്കുകയല്ല, വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ the proof is this. അതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? The desire of my heart is to have more of the Lord Himself. അപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്തായിരിക്കും? കർത്താവിൽ പ്രമോദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരാളിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്തായിരിക്കും? And I get that. എനിക്ക് more of the Lord. കർത്താവിനെ എനിക്ക് കൂടുതൽ ലഭിക്കണം, കർത്താവിനെ കൂടുതൽ അറിയണം, more likeness to Him, കർത്താവിനെ പോലെ കൂടുതലാകണം, more closeness to Him. അവനിലെ പ്രമോദിക്കുന്ന ഒരു വ്യക്തി, അവന്റെ മഹത്വം കാണും, അവന്റെ നന്മ കാണും, അവന്റെ സ്നേഹം കാണും. എനിക്ക് അവനെ പോലെ ആകണം. അതായിരിക്കും ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹം. അത് ദൈവം അവന് നൽകും. That's worth more than 1,000,000 Mercedes-Benz cars and houses. ലോകത്തിലെ മെർസിഡീസ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ കാറും കൂടെ എന്റെ പേരില് സ്വന്തമായി കിട്ടുന്നതിനേക്കാളും അനുഗ്രഹത്തിന്റെ കാര്യമാണ് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോടെ എന്റെ ഹൃദയം രൂപാന്തരപ്പെടുന്നത്. You know what the devil said? Bow down to me, I'll give you all this. എന്നാൽ പിശാച് യേശുവിനോട് പറഞ്ഞത് ഇന്നും അനേകരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഈ കാണുന്ന സകല ഭൂമിയുടെയും മഹത്വം ഒക്കെ ഞാൻ നിനക്ക് തരാം. Delight yourself in the Lord, brother. പ്രിയ സഹോദര, സഹോദരി, കുഞ്ഞെ, കർത്താവിൽ തന്നെ രസിച്ചുകൊള്ളുക. Seek the kingdom of God first. ഒന്നാമതായി ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ദൈവരാജ്യം മാത്രം അന്വേഷിക്കുക. Whatever is necessary for you, He will add. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് ദൈവത്തിനറിയാം ഏറ്റവും നല്ലത്. അതാത് സമയങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് തരും. I have seen through 48 years of being a believer, 49 years nearly of being a believer. 49 വർഷമായി ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്ന എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ട കാര്യം പറയട്ടെ. God gives me that much that will not spoil me. എന്റെ കർത്താവിനുള്ള ബന്ധത്തെ, എന്റെ ആത്മീയതയെ, എന്റെ ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിച്ച് കളയാത്ത ഏതൊരളവ് വരെ എനിക്ക് ഓരോന്നും തരാമോ അത് ഓരോ സമയത്തും കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നു. കാരണം എന്നെ നന്നായിട്ട് അറിയുന്ന എന്റെ സൃഷ്ടാവിനറിയാം, എന്റെ രക്ഷകനറിയാം, ആ പരിധിക്ക് അപ്പുറം ഒരു സമയത്ത് എന്റെ കയ്യിൽ അവൻ തന്നാൽ അത് എന്റെ നാശത്തിന് കാരണമാണ്. എനിക്ക് കൃത്യമായ ആവശ്യമുള്ളത് തന്നെ ചില സമയം തരാതെ അല്പം ഒരു പോരാട്ടത്തിലൂടെ, ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകുവാനും അവൻ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്റെ ആത്മീയമായിരിക്കുന്ന പേശികൾ ശക്തിപ്പെട്ട് ഞാൻ വിശ്വാസത്തിൽ ശക്തനായി തീരേണ്ടതിന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനം വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, അതിൽ പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കുവാൻ പഠിക്കുക. പൗലോസിന്റെ വാക്കുകൾ ഞാൻ അവസാനമായി ഓർപ്പിക്കട്ടെ. അലംഭാവത്തോടെ, തൃപ്തിയോടെ, സംതൃപ്തിയോടെ ഒരു ദൈവഭക്തിയുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വലിയ ധനമാണ്. ആ വ്യക്തിയാണ് ലോകത്തിലേക്കും വലിയ ധനികൻ. നാളെ വൈകുന്നേരവും വീണ്ടും നാം ഒരുമിച്ച് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. You young people, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, do you find desires of every kind in your heart, like Paul said? പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ നാനാവിധത്തിലുള്ളതായിരിക്കുന്ന മോഹങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടോ? You older people whom God has blessed materially so much already, you still find yourself